विश्वजनीनं विश्वदमन्त्रं विश्रुतमामि विद्यालयम् अक्षरम् अग्नियाय अमृतिल निന്നमृताय पകരുന്ന നന്മയാം വിദ്യാലയം സെന്റ് സെബാസ്റ്റ്യൻ വിദ്യാലയം ഇത് സെന്റ് സെബാസ്റ്റ്യൻ। प्यारे बच्चों, आज की हिंदी कक्षा में सबका हार्दिक स्वागत है। तो हम टीवी पटकथा पढ़ रहे थे, है ना। हमने कितने दृश्य पढ़े? हमने 5 दृश्य पढ़े। तो हमने कहाँ तक पढ़े थे? गोपू, चुन्नी और लल्लू टीवी देखने के लिए दूसरे गांव जा रहे हैं। वे चलते चलते एक सब्जी मंडी में पहुंचे और वहां चुन्नी एक लंबे आदमी से टकरा जाती है। वो बहुत डर जाती है ना। फिर वे तीनों हाथ पकड़कर चलने लगती हैं। അവിടെ വരെയല്ലേ നമ്മൾ എടുത്തത്? ഓക്കെ, നമുക്കിനി അടുത്ത ദൃശ്യം ഒന്ന് നോക്കാം. सीन 6 कस्बे की गली, शाम का समय। बच्चे एक गली के मोड़ पर हैं। सामने कच्चे पक्के मकानों की कतार है। गोपू, बस यही गली है, इसी में है मनोहर चाचा। लल्लू, तो चलो। गोपू मकानों को देखता हुआ, हाँ लेकिन याद करने दो, कौन सा घर है? चुन्नी, पर कैसे? गोपू, अरे उस घर के ऊपर टीवी का डंडा लगा हुआ है, एंटेना। तीनों ध्यान से घरों को देखते हैं। गोपू का चेहरा उतर जाता है। गोपू, पर यहाँ तो। लल्लू, सबकी छत पर लगा है। चुन्नी, टीवी वाला डंडा, अब क्या करेंगे? गोपू हिम्मत हारते हुए, पता नहीं, मनोहर चाचा ने बताया था उनके घर ही टीवी है, पर यहाँ तो सबके घर है। लल्लू बेहद हताश, अब हम वापस चलें? आसमान देखते हुए, नहीं, अंधेरा हो रहा है। चुन्नी, हम खो गए। गोपू कुछ नहीं बोलता, बस रोने लगता है। बाकी दोनों भी रोने लगते हैं. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ദൃശ്യത്തിൽ പറയുന്നതെന്ന് നോക്കിയേ. സീൻ 6 ദൃശ്യ 6 കസ്ബെ കി ഗലി, ആ പട്ടണത്തിലെ ഒരു തെരുവ്. शाम का समय, വൈകുന്നേരം സമയം. ബच्चे एक गली के मोड़ पर हैं, കുട്ടികൾ ആ ഒരു തെരുവിൻ്റെ മോഡ് എന്ന് പറഞ്ഞാൽ ടേണിംഗ് ആണ്, തിരിവെന്നർത്ഥം. ആ ഒരു തെരുവിൻ്റെ തിരിവിലാണ്. സാമനെ കച്ചെ പക്കെ മക്കാനോ കി കത്താർ ഹെ, മുമ്പിൽ കച്ചെ പക്കെ മക്കാനോ കി കത്താർ. കച്ച മക്കാൻ പക്ക മക്കാൻ, നേരത്തെ നമ്മൾ കച്ചി സടക് എന്ന് പഠിച്ചതുപോലത്തെ തന്നെയാണ് ഇതും. അപ്പോൾ എന്താണെന്ന് നോക്കിയേ, കച്ച മക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കുടിലുകൾ പോലെയൊക്കെ കട്ടയൊക്കെ വെച്ച് പണിയുന്ന വീടുകൾക്കാണ് കച്ച മക്കാൻ എന്ന് പറയുന്നത്. പക്ക മക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വെട്ടുകല്ലും ഇതൊക്കെ ഉപയോഗിച്ച് എന്താണ് കെട്ടി സിമെൻറ്റൊക്കെ തേച്ച വീടുകൾ, മനസ്സിലായില്ലേ? നന്നായിട്ട് നിർമ്മിച്ച വീടുകൾക്കാണ് നമ്മൾ പക്ക മക്കാൻ എന്ന് പറയുന്നത്. അല്ലാതെ ഈ മൺകട്ടയൊക്കെ വെച്ച് തേക്കാത്തയൊക്കെ വീടുകൾക്കാണ് എന്ത് പറയുന്നത്, കച്ച മക്കാൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കെട്ടിടങ്ങളുടെ നിര കാണാം. കത്താർ എന്ന് പറഞ്ഞാൽ എന്താണ്, നിര. ഗോപു, ബസ് യഹി ഗലി ഹേ, ഇസി മേ ഹേ മനോഹർ ചാച്ച. ആ, ഇതാണ് ആ തെരുവ്, ഇതിലാണ് ആര്, മനോഹർ ചാച്ച. ലല്ലു, തോ ചലോ, എന്നാ വാ പോവാ. ഗോപു മക്കാനോ കോ ദേഖ്താ ഹുവ, ഗോപു ആ കെട്ടിടങ്ങളൊക്കെ നോക്കിക്കൊണ്ട്. ഹാ ലേക്കിൻ യാദ് കർണേ ദോ കോൺ സാ ഘർ ഹേ, പക്ഷെ ഞാനൊന്ന് ഓർത്ത് നോക്കട്ടെ ഏതാ വീടെന്ന്. ചുന്നി, പർ കേസേ, അപ്പം ചുന്നി ചോദിക്കുകയാണ് അതെങ്ങനെയാ? ഗോപു, അരേ ഉസ് ഘർ കെ ഊപ്പർ ടി വി കാ ഡണ്ടാ ലഗാ ഹുവാ ഹേ, ആൻറ്റിന. അത് ആ വീടിൻ്റെ മുകളിലാണ് ടി വിയുടെ ആ കോലുള്ളത്. എന്ത്, ആൻറ്റിന. തീനോ ധ്യാൻ സെ ഘരോ കോ ദേഖ്തേ ഹെ, 3 പേരും ശ്രദ്ധിച്ച് വീടുകളെ നോക്കുന്നു. ധ്യാൻ സെ ദേഖന എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കാന്നാണ്. ഗോപു കാ ചെഹര ഉത്തർ ജാത്ത ഹെ, ഗോപുവിൻ്റെ മുഖം
വിളറിപ്പോകുന്നു. ഈ ചെഹര ഉത്തർന എന്നുള്ളത് ഒരു ശൈലിയാണ്. ഉത്തർന എന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്നാണ്. മുഖം ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ മുഖം വിളറിപ്പോകാന്ന്. മുഖം വിളറുക എന്ന് പറഞ്ഞാൽ എന്താ? പേടിച്ചിട്ടാണ്. പേടിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മുഖം വിളറിപ്പോകുന്നത്. എന്താ കാര്യം? ഗോപു പർ യഹാ തോ, പക്ഷെ ഇവിടെ ലല്ലു സബ്കി ഛത് പർ ലഗാ ഹെ, എല്ലാവരുടെ വീടിൻ്റെ മുകളിലുണ്ട്. ചുന്നി ടി വി വാല ഡണ്ട, ആ ടി വിയുടെ കോല്. അബ് ക്യാ കരേങ്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഗോപു ഹിമ്മത്ത് ഹാർത്തെ ഹുയെ, ഹിമ്മത്ത് ഹാർന എന്ന് പറഞ്ഞാൽ ധൈര്യം ചോർന്നു പോകാന്നാണ്. ഗോപുവിന് ധൈര്യമൊക്കെ ചോർന്നു പോയി. പത്താ നഹി മനോഹർ ചാച്ചാനെ ബതായാ ഥാ ഉൻകെ ഘർ ഹി ടി വി ഹെ പർ യഹാ തോ സബ്കെ ഘർ ഹെ. അറിയത്തില്ല, മനോഹർ ചാച്ച പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാത്രമേ ടി വി ഉള്ളതാണ്, പക്ഷെ ഇവിടെ ഇപ്പം എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലോ. ലല്ലു ബേഹദ് ഹതാശ്, ലല്ലു ബേഹദ് ഹതാശ് എന്ന് പറഞ്ഞാൽ വളരെ നിരാശൻ. അബ് ഹം വാപ്പസ് ചലേ, നമുക്കെന്നാൽ തിരിച്ചു പോയാലോ? വാപ്പസ് ചെല്ലാന്ന് പറഞ്ഞാൽ ടു ഗോ ബാക്ക് എന്നാണ്, തിരിച്ചു പോവുക. ആസ്മാൻ ദേഖ്തെ ഹുവേ, ആകാശത്തേക്ക് നോക്കിയിട്ട്. നഹി, ഇല്ല. അന്ധേര ഹോ രഹാ ഹെ, അതാ ഇരുട്ടാവുന്നു. അന്ധേര എന്ന് പറഞ്ഞാൽ ഇരുട്ടെന്നാണ് അർത്ഥം. ഈ അന്ധേര എന്നുള്ള വാക്കിൻ്റെ വിപരീതമൊക്കെ നിങ്ങൾ പഠിച്ചു നോക്കണം. ഇതിൻ്റെ വിപരീതം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വാക്കാണ്, പക്ഷേ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയത്തില്ല. അതേതാ വാക്കെന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് അല്ലേ? അന്ധേരയുടെ ഓപ്പോസിറ്റ് ഉജാല എന്നാണ്. ഉജാല നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഉജാലയുടെ അർത്ഥം പ്രകാശം എന്നാണ്. ഓക്കെ. ചുന്നി ഹം ഖോ ഗയേ, വി ആർ ലോസ്റ്റ്, നമ്മൾ പെട്ടു. ഹം ഖോ ഗയേ എന്ന് പറഞ്ഞാൽ വി ആർ ലോസ്റ്റ് എന്നാണ്, നമ്മൾ കുടുങ്ങി. ഗോപു കുച്ച് നഹി ബോൽത്ത ബസ് രോനെ ലഗ്താ ഹെ, ഗോപു ഒന്നും പറയാണ്ട് കരയാൻ തുടങ്ങി. ബാക്കി ദോനോ ഭി രോനെ ലഗ്തേ ഹെ, അതോടെ ബാക്കി രണ്ടുപേരും കരയാൻ തുടങ്ങി. കാരണം ഗോപു ആയിരുന്നല്ലോ ലീഡർ അല്ലേ? ലീഡർ കരയാൻ തുടങ്ങിയപ്പോൾ ബാക്കിയുള്ളവരും കരയാൻ തുടങ്ങി. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത സീൻ നോക്കിയേ. കസ്ബെ കി സടക്, ദേർ शाम का समय, भीड़ जमा है, बच्चे रो रहे हैं, कस्बे के लोग उन्हें चुप करा रहे हैं. कस्बे वाला एक कहते हैं मनोहर चाचा से मिलने आए हैं कीरतपुर से. कस्बे वाला दो, अब चुप हो जाओ, डरो मत, क्या नाम है तुम्हारा? लल्लू. लल्लू. चुन्नी रोते हुए, मुझे घर जाना है. मनोहर चाचा आ जाते हैं, गोबू को उठा लेते हैं. मनोहर, अरे गोबू तुम अकेले कैसे आ गए? गोबू, टीवी देखना था हम तीनों को. कस्बे वाले एक दूसरे का मुंह देखते हैं. मनोहर बच्चों को ले जाता है. അപ്പോൾ അതാണ് ഏഴാമത്തെ സീൻ. അത് നിങ്ങൾ നോക്കിയേ. കസ്ബെ കി സടക്, ആ പട്ടണത്തിലെ വഴി. ദേർ ശാം കാ സമയം, ദേർ ശാം കാ സമയം എന്ന് പറഞ്ഞാൽ സന്ധ്യയായ സമയം. വൈകുന്നേരം ഒത്തിരിയായി, സന്ധ്യ ആവാൻ തുടങ്ങി, സന്ധ്യയായ സമയം. ഭീഡ് ജമാഹെ, അവിടെ ആൾ കൂടിയിരിക്കുന്നു. ഭീഡ് എന്ന് പറഞ്ഞാൽ ക്രൗഡ് എന്നാണ്, ആൾ കൂടിയിട്ടുണ്ട്. ബച്ചേ റോരഹേ ഹെ, കുട്ടികൾ കരയുന്നു. 3 എണ്ണവും കൂട്ടക്കരച്ചിലാണ്. കസ്ബെ കെ ലോഗ് ഉനെ ചുപ് കരാ രഹേ ഹെ, ആ പട്ടണത്തിലെ ആൾക്കാർ അവരെ സമാധാനിപ്പിക്കുകയാണ്. ചുപ് കരാന എന്ന് പറഞ്ഞാൽ നിശബ്ദമാക്കുക എന്നാണ്. ഇവിടെ സമാധാനിപ്പിക്കുക എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. കസ്ബെ വാല ഏക്, അപ്പം ആ പട്ടണവാസി, കസ്ബെ വാല എന്ന് പറഞ്ഞാൽ പട്ടണവാസി, ഒരു പട്ടണവാസി പറയാണ്. കഹത്തെ ഹെ മനോഹർ ചാച്ചാസെ മിൽനെ ആയ ഹെ, ഇവർ പറയുന്നത് കേട്ടോ മനോഹർ ചാച്ചയെ കാണാൻ വന്നതാണ്. കീരത്പൂർ സെ, കീരത്പൂർ എന്ന് പറഞ്ഞാൽ അവർ താമസിച്ചിരുന്ന ഗ്രാമത്തിൻ്റെ പേരാണ്. ആ ഗ്രാമത്തിൽ നിന്ന് ഇവർ മനോഹർ ചാച്ചനെ കാണാൻ വന്നതാണെന്നാണ് പറയുന്നത്. കസ്ബെ വാല ദോ, അബ് ചുപ് ഹോ ജാओ, ഡരോ മത്, ക്യാ നാം ഹെ തുമാര. ആ ഇനി നിങ്ങൾ കരച്ചിലൊക്കെ നിർത്തിക്കേ. ഡരോ മത്, ഡരോ മത് എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട, ഡോണ്ട് ബി അഫ്രൈഡ്. ക്യാ നാം ഹെ തുമാര, എന്താ അതിൻ്റെ പേര്? ലല്ലു. ലല്ലു. അപ്പോൾ ലല്ലു പറയാണ് ലല്ലു. ചുന്നി രോത്തെ ഹുവേ, ചുന്നി കരഞ്ഞുകൊണ്ട് പറയാ, മുझे घर जाना है, എനിക്ക് വീട്ടിൽ പോകണം. മനോഹർ ചാച്ച ആ ജാത്തെ ഹെ, അപ്പോഴത്തേനും ആര് വന്നു? മനോഹർ ചാച്ച വരുന്നു. ഗോപു കോ ഉടാ ലേത്തെ ഹെ, ഗോപുവിനെ എടുക്കുന്നു. മനോഹർ, അരേ ഗോപു തും അക്കേലെ കേസെ ആകെ, എടാ ഗോപു നീ ഇങ്ങനെയാടാ ഒറ്റയ്ക്ക് വന്നത്? ഗോപു, ടി വി ദേഖനാ താ ഹം തീനോക്കോ, ടി വി കാണണമായിരുന്നു ഞങ്ങൾക്ക് 3 പേർക്കും. കസ്ബെ വാലെ ഏക് ദൂസരെ കാ മുഹ് ദേഖ്തേ ഹെ, അപ്പം പട്ടണവാസികൾ പരസ്പരം നോക്കുന്നു. ഏക് ദൂസരെ കാ മുഹ് ദേഖന എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി, അപ്പോൾ പരസ്പരം നോക്കുന്നു. മനോഹർ ബച്ചോക്കോ ലേ ജാത്താ ഹെ, മനോഹർ ചാച്ച കുട്ടികളെ കൊണ്ട് പോകുന്നു. അപ്പോൾ ഇനി നമ്മുടെ അവസാനത്തെ സീനൊന്ന് നോക്കാം. സീൻ 8, ദൃശ്യ 8. മനോഹർ ചാച്ച കാ ഘർ
रात का समय। बाबा ने गोबू को गोद में बिठाया है, चुन्नी और लल्लू भी बैठे हैं। बाबा मनोहर को, गोपू शैतान है, यह सबको पता है, पर इतना शैतान हमने सोचा नहीं था। मनोहर, और पूरा रास्ता याद था इसे। चलो भाई अब टीवी चलाया जाए, इतनी दूर से आए हैं 3 दीवाने। मनोहर टीवी चलाता है। गोपू, लल्लू और चुन्नी सीधे होकर बैठ जाते हैं। टीवी से आवाज़ आती है, तस्वीर दिखना अभी बाकी है। टीवी की आवाज़। और मद्रास का अधिकतम तापमान रहा 34 डिग्री। गोबू की आंखें फैल रही हैं। टीवी के शीशे पर हल्की हल्की रोशनी भी फैल रही है। तस्वीरें किसी भी पल दिख जाएगी। और तभी बिजली चली जाती है। खूब अंधेरा हो जाता है। गोबू, चुन्नी और लल्लू एक साथ अंधेरे में। हे भगवान. അപ്പോൾ നമ്മുടെ അവസാനത്തെ സീൻ ഒന്ന് നോക്കാം. സീൻ 8. മനോഹർ ചാച്ചാ കാ ഘർ. മനോഹർ ചാച്ചയുടെ വീടാണ്. രാത് കാ സമയം. സമയം എപ്പോഴാ? രാത്രിയായി. ബാബാനെ ഗോബു കോ ഗോദ് മേ ബിഠായാ ഹെ. ബാബ അതായത് അച്ഛൻ ഗോപുവിനെ മടിയിലിരുത്തിയിട്ടുണ്ട്. ഗോദ് മേ ബിഠായാ ഹെ എന്ന് പറഞ്ഞാൽ മടിയിലിരുത്തിയിട്ടുണ്ട്. ചുന്നി ഓർ ലല്ലു ബി ബൈഠേ ഹെ. ചുന്നിയും ലല്ലു ഇരിപ്പുണ്ട്. ബാബ മനോഹർക്കോ. അപ്പം ഗോപുവിൻ്റെ അച്ഛൻ മനോഹറിനോട് പറയാണ്, മനോഹർ ചാച്ചയോട് പറയാണ്, ഗോപു ശൈത്താൻ ഹെ, യഹ് സബ്കോ പതാ ഹെ, പർ ഇത്നാ ശൈത്താൻ ഹംനെ സോച്ചാ നഹീ താ. ഗോപു ശൈത്താൻ ഹെ. ശൈത്താൻ എന്ന് പറഞ്ഞാൽ ചേത്താൻ എന്നുള്ള അർത്ഥമാണ്. പക്ഷേ ഇവിടെ കുസൃതി എന്നാണ്. ഗോപു കുസൃതിയാണ്. പർ ഇത്നാ ശൈത്താൻ, പക്ഷേ ഇത്രയും കുസൃതിയാണ്. ഹംനെ സോച്ചാ നഹീ താ, ഞങ്ങൾ വിചാരിച്ചില്ല. മനോഹർ, ഓർ പൂരാ രാസ്ത യാദ് താ ഇസെ. ഇവന് വഴി മുഴുവൻ ഓർമ്മയുണ്ടായിരുന്നു. ചലോ ഭായ്, ആകെ പോട്ടെ, അബ് ടി വി ചലായ ജായ്. ഇനി നമുക്ക് ടി വി ഒന്ന് കാണാം. ഇത്തിനി ദൂർ സെ ആയ ഹേ 3 ദീവാനെ. ഇത്രയും ദൂരെ നിന്ന് വന്നതല്ലേ 3 ആരാധകർ. ദീവാന എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം ആഗ്രഹിച്ചിങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നവരെയാണ് ദീവാന എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി മനോഹർ ടി വി ചലാത്താ ഹെ. മനോഹർ ടി വി ഓൺ ചെയ്യുന്നു. ഗോപു, ലല്ലു ഓർ ചുന്നി സീതേ ഹോക്കർ ബൈഠ് ജാത്തെ ഹെ. ഗോപുവും ലല്ലുവും ചുന്നിയും നേരെ ഇരിക്കുന്നു, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു. അത്രയും നേരം വളഞ്ഞുകൂടിയിരുന്ന ടി വി കാണാൻ വേണ്ടി റെഡി ആയിട്ട് ഒക്കെ സ്റ്റഡി ആയിട്ടിരിക്കുന്നു. ടി വി സെ ആവാസ് ആത്തി ഹെ. ടി വിയിൽ നിന്ന് ശബ്ദം വരാൻ തുടങ്ങി. ഈ പഴയ ടി വികളിൽ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ശബ്ദം ആദ്യം വരും. എന്നിട്ട് ആ പിക്ചർ തെളിഞ്ഞു വരാൻ കുറച്ച് സമയം എടുക്കുമായിരുന്നു. ഇന്നത്തെ ടി വി പോലെയല്ല. ഇന്നത്തെ ടി വിയിൽ ശബ്ദവും പിക്ചറൊക്കെ ഒരുമിച്ചാണ് വരിക. പണ്ടത്തെ നമ്മുടെ പെട്ടി പോലുള്ള ടി വികളിൽ ശബ്ദം വന്നതിന് ശേഷം കുറച്ച് സമയം കഴിയണം ഈ പിക്ചർ ട്യൂബ് തെളിഞ്ഞു വരണമെങ്കിൽ. തസ്വീർ ദിഖ്ന അബി ബാക്കി ഹെ. ഇനി ചിത്രം കാണാൻ മാത്രമേ ബാക്കിയുള്ളൂ. ടി വി की आवाज़. ടി വിയിൽ നിന്ന് ശബ്ദം. और मद्रास का अधिकतम तापमान रहा 34 डिग्री. और മദ്രാസിലെ കൂടിയ താപനില 34 ഡിഗ്രി. അപ്പം ഏതോ വാർത്തയുടെ അവസാനം കാലാവസ്ഥ പറയുകയാണ്. അപ്പം മദ്രാസിലെ കൂടിയ താപനില, അധികം താപമാനം എന്ന് പറഞ്ഞാൽ കൂടിയ താപനില എത്രയാണ്? 34 ഡിഗ്രി എന്ന് കേൾക്കുന്നു. ഗോപുക്ക് ആഖേ ഫൈൽ രഹി ഹെ. ഗോപുവിൻ്റെ കണ്ണുകൾ വിടർന്നു. ഫൈൽന എന്ന് പറഞ്ഞാൽ പടരുക എന്ന്. അപ്പം ഇവിടെ കണ്ണ് പടരുക എന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ വിടർന്നു. ടി വി കെ ശീശെ പർ ഹൽക്കി ഹൽക്കി റോഷ്നി ഭി ഫൈൽ രഹി ഹെ. ടി വി കാ ശീശ എന്ന് പറഞ്ഞാൽ, ശീശ എന്ന് പറഞ്ഞാൽ ചില്ലെന്നാണ്. ടി വിയുടെ ചില്ലെന്ന് പറഞ്ഞാൽ ടി വിയുടെ പിക്ചർ ട്യൂബാണ്. പിക്ചർ ട്യൂബിൽ ഹൽക്കി ഹൽക്കി റോഷ്നി, ലൈറ്റായിട്ടുള്ള പ്രകാശം ഇങ്ങനെ പടരാൻ തുടങ്ങി. ആ ടി വിയുടെ പിക്ചർ ട്യൂബിൽ ചെറിയ പ്രകാശം വന്നു തുടങ്ങി. തസ്വീരെ കിസി ഭി പൽ ദിഖ് ജായേഗി. ചിത്രങ്ങൾ ഏത് നിമിഷം വേണേലും കാണപ്പെടാം. ഓർ തഭി ബിജ്ലി ചലി ജാതി ഹെ. അപ്പോൾ അതാ കറണ്ട് അങ്ങ് പോയി. ബിജ്ലി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി എന്നാണ്. ബിജ്ലി ചലി ജാതി എന്ന് പറഞ്ഞാൽ കറണ്ട് പോകുന്നു. ഖുപ്പ് അന്ധേര ഹോ ജാത്ത ഹെ. കുറ്റാക്കൂര് ഇരുട്ടാവുന്നു. കുറ്റാക്കൂര് ഇരുട്ടാവുന്നു. അപ്പോൾ ആ സമയത്ത് കറണ്ട് പോയി. അവിടെ കനത്ത ഇരുട്ട്. ഗോപു, ചുന്നി ഓർ ലല്ലു ഏക് സാത്ത് അന്ധേരമേ. ഗോപുവും ചുന്നിയും ലല്ലുവും ഒരുമിച്ച് ഇരുട്ടത്തിരുന്ന് ഹേ ഭഗവാൻ ദൈവമേ. അപ്പോൾ ടി വി പട്കഥ ഇവിടെ തീരുകയാണ്. അപ്പോൾ നിങ്ങൾ പട്കഥയായിട്ട് ശരിക്കും പരിചയപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പാഠത്തിൽ പട്കഥ എഴുതാനുണ്ട്. അപ്പോൾ ഈ പാഠത്തിൽ നമുക്കിനി ഗോപുക്ക് ഡയറി ലിഖന ഹെ. ഗോപുവിൻ്റെ ഡയറി. അതുപോലെ കഥ ഓർ പട്കഥാക്ക് തുലന കർത്തെ ഹുए ടിപ്പണി ലിഖേ. സാധാരണ ഒരു കഥയും ഈ തിരക്കഥയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇവ രണ്ടിനെയും താരതമ്യപ്പെടുത്തി കുറിപ്പെഴുതാനുള്ള ഒരു ആക്ടിവിറ്റിയും നമുക്കുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ നോട്ടിൻ്റെ കൂടെ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോട്ടൊക്കെ നന്നായിട്ട് എഴുതുക, നന്നായിട്ട് പഠിക്കുക.
പട്കഥയുടെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പട്കഥ എഴുതാനുള്ളതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ധന്യവാദ്. അൽവിദ.